കളിക്കാൻ ഫ്രാങ്കിലാണ്. എന്താണ് ഫ്രാങ്കിലാണ്? ഒന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ വാ ഫ്രാങ്കിലാണ്. എടാ ഷിൻചാനെ നിന്റെ കൊച്ചു കളിക്ക് ഇരിക്കണല്ലടാ. എടാ ഫ്രാങ്കിലെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നീ അത് നടത്തി കൊടുക്കണം കേട്ടറാ. എടാ ട്രവറെ നീ പറഞ്ഞോണ്ട് ഞാൻ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ കൂട്ടിയിരിക്കുന്നു. എടാ ഷിൻചാനെ പിഞ്ചാനെ അപ്പോൾ നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോകണാണ്. നമുക്ക് നേരെ വീഡിയോയിലിട്ട് കത്തിച്ച് പറപ്പിച്ച് വിട്ടാലാ. നമ്മുടെ ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ സ്ഥലങ്ങൾ. വേറെ സ്ഥലത്തോട്ട് അങ്ങനെ പോയാൽ ഔട്ട്. അങ്ങനെയാണ് ചെയ്യണത്. ഓക്കെ ഫ്രാങ്കളാണ്, ഈ വീടിൻ്റെ സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ കളിക്കുള്ളൂ. ഓക്കേടാ ഷിൻചാനെ. അപ്പം ഞാൻ എണ്ണാൻ തുടങ്ങാൻ പോലെയാണ്. നിങ്ങൾ എന്ന് ഒളിച്ചോ? ഓക്കെ ഫ്രാങ്കളണ്ണ. 1 2 3. എടാ ഷിൻചാനെ ഡോറിമോനെ ഞങ്ങളെ ചെന്ന് വിളിക്കാം. ഓടാ ഷിൻചാനെ. ഈ ഫ്രാങ്കിളിനെ ഒരിക്കലും കണ്ടുപിടിക്കാത്ത സ്ഥലത്താണ് ഞാൻ ചെന്ന് വിളിക്കാൻ പോകുന്നത്. ഈ ഫ്രാങ്കിളിനൊന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റൂല. ഞാനായിരിക്കും ജയിക്കാൻ പോകുന്നത്. ഈ ഫ്രാങ്കിളിനെ ഒരിക്കലും കണ്ടുപിടിക്കൂല. അതാണ് എൻ്റെ പ്ലാൻ. ഞാൻ ഈ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കും. അശ്ശോ, ഈ വണ്ടി പറന്നു പോകണല്ലേ എൻ്റെ പിന്നോ. ഈ ഹെലികോപ്റ്ററിൽ ഒഴിച്ചാൽ ശരിയാവൂല. ഐഡിയ, ഈ ഹെലികോപ്റ്ററിൻ്റെ ബാക്കിൽ ഒളിക്കാം. ഞാൻ വിളിക്കാൻ പോനെ. ആടാ പിന്നെ നീ പെട്ടെന്ന് വിളിക്ക്. ഞാൻ എവിടെ വിളിക്കും? ഐഡിയ, ഈ പട്ടിക്കൂച്ചിൻ്റെ ഉള്ളിൽ കയറി വിളിക്കാം. അശോ, ഈ പട്ടിക്കൂടി ഭയങ്കര ചെറുതാണല്ല. എനിക്ക് ഐഡിയ കിട്ടി. നമുക്ക് പൊളപ്പൻ സ്ഥലം കിട്ടി വിളിക്കാൻ പറ്റിയ കിടില സ്ഥലം തന്നെയാണത്. ഗൈസ്, ഞാനാണെങ്കിൽ പൊളപ്പം കാച്ചി കിടിലോസ്കി ബംബിളോസ്കി സ്ഥലത്ത് വിളിക്കാൻ പോണാണ്. അശോ, ഞാൻ ചെറുതായതുകൊണ്ട് മധുരം ചാടാൻ പറ്റൂലല്ലോ. എൻ്റെ പുനോ മധുരം ചാടാൻ പറ്റില്ല, കുഴപ്പമില്ല ഗൈസ്. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കിൽ വിളിച്ചിട്ടുണ്ട്. എടാ ഷിൻചാനെ ഞാൻ വിളിക്കാൻ പോനാണ്ടാ. നമുക്കാണെങ്കിൽ എൻ്റെ ബാക്കിൽ വല്ല വിളിക്കാം. ഇവിടെ വല്ല ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പിഞ്ചാനുണ്ടല്ലോ. ഐഡിയ, ഞാൻ ഇവിടെ വിളിക്കാം. പിഞ്ചാൻ എവിടെയെങ്കിലും വിളിച്ചാൽ. ഗായ്സ്, നമുക്കിന്നെ വിളിക്കണോ? ലാസ്റ്റ് ഞാനാണ്. എന്ത് കഷ്ടമാണ്. ഞാനാണെങ്കിൽ എൻ്റെ ബുദ്ധി ഉപയോഗിക്കാൻ പോണാണ്. നമ്മുടെ ഈ കാറിനുള്ളിൽ കയറി വിളിക്കും. അല്ലെങ്കിൽ വേണ്ട ഗായ്സ്, നമുക്ക് കാറിനുള്ളിൽ വിളിക്കണ്ട. കാറിനുള്ളിൽ വിളിച്ചാവല്ലോ ഫ്രാങ്കിലാണല്ലോ കണ്ടുപിടിച്ചാൽ പണിയാവും. ഇവിടെ ആരും വരാത്ത സ്ഥലത്ത് കയറി നമുക്ക് വിളിക്കാം. ഈ മുറിയിലെങ്ങാനും വിളിച്ചാൽ ചിലപ്പോൾ പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഐഡിയ, എനിക്കറിയാം. ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ളൊരു ഹൈഡിങ് സ്പോട്ട്. ആ ഹൈഡിങ് സ്പോട്ടിൽ ഒരാളും വരാൻ പോണില്ല. അതാണ് എൻ്റെ ട്രിക്സ്. ഇവിടെ ആരും വരാൻ പോണില്ല ഗൈസ്. ഇവിടെ ഈ ഷിൻചാൻ മാത്രമേ ഉണ്ടാകുള്ളൂ. 98 99 100 ഗായ്സ്. ഇനി ഇവന്മാരെവിടെ പോയി ഒളിച്ചെന്ന് കണ്ടുപിടിക്കണമല്ല ഗായ്സ്. ഫസ്റ്റ് നമുക്ക് വീടിൻ്റെ ചുറ്റിനും നോക്കാം. അതാണ് എൻ്റെ ഐഡിയ. ഈ ഗേറ്റിൻ്റെ പുറത്ത് ഇവിടെ വല്ല അവന്മാർ കാണുമെങ്കിൽ നമുക്ക് അവന്മാരെ ഇവിടെ നിന്ന് പിടിക്കാം. ചേട്ടാ, ഇവിടെ 2-3 ചെറുക്കന്മാരൊക്കെ പോകുന്നുണ്ട്. ഇല്ല മോനെ. ഇവന്മാരെയൊക്കെ കൊണ്ടിട്ട് ഗായ്സ് ഇനി നമുക്ക് എത്ര പരിപാടിയുണ്ട്. യവന്മാരെ കണ്ടുപിടിക്കണമല്ലേ. ഇത് ഇവിടെയൊന്നും ഉണ്ടാവും. ഇവിടെ വല്ലതും ഉണ്ടാവും. ഗായ്സ്, ഇവിടെ ഇല്ല ഗൈസ്. അപ്പോൾ ഇവിടെ കാണൂലെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നത്. ഗായ്സ്, അപ്പുറത്ത് വല്ലതും ഉണ്ടാവും നോക്കാം. ഇതിവിടെ വല്ലതും കാണും. അതാണ് എൻ്റെ സംശയം. അതാരാണ് ഗൈസ് ആ നീലുടുപ്പിട്ടേക്കണത്? എടാ ഡോറിമോനെ, നിന്നെ കണ്ട? ആദ്യം കണ്ടുപിടിച്ചല്ലേ. ഞാൻ കൂടൂല. എടാ, കളി കഴിയുമ്പോൾ നീ നിന്റെ സ്ഥലത്തുനിന്ന് വന്ന് നിൽക്കണം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ഡോറിമോനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത കളിയിൽ എണ്ണാൻ പോണ ഡോറിമോനായിരിക്കും ഗൈസ്.
അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ വല്ല ആരെങ്കിലും ഉണ്ടായി. ഗൈസ് ഇവിടെ ആരും ഇല്ല. പക്ഷേ ഏറ്റവും മുകളിൽ വല്ല ആരെങ്കിലുമൊക്കെ കാണാം, നോക്കാം ഗൈസ്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലുണ്ടായി ആരെങ്കിലും കാണണ്ടേണില്ല. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല. ഇതിൻ്റെ അടിയിൽ ഇല്ല ഗൈസ്. ഇത്ര ഉണ്ടാവുള്ളൂ, അപ്പം മുകളിലും ഉണ്ടാവില്ല ഗൈസ്. അപ്പം നമുക്കിനി വീടിൻ്റെ ഏറ്റവും ഓപ്പോസിറ്റ് സൈഡിൽ നോക്കാം. പക്ഷേ ഇതിൻ്റെ ഇവിടെ ആരുമില്ല. അപ്പം ഗൈസ് ഈ കളിയിൽ ജയിക്കുന്നവർക്ക് നമ്മൾ പ്രൈസ് വെക്കാനുണ്ട് ഗൈസ്. അത് ഞാൻ പറയാൻ മറന്നു ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഒരാൾ പോലും ഇല്ല വീടിൻ്റെ അകത്ത്. അല്ലടാ പിഞ്ചാനെ, നിന്നെ എല്ലാവരെയും കണ്ടുപിടിച്ച. ഗൈസ് ഇനി ഈ ട്രവറിനെ ഷിഞ്ചാനെ കണ്ടുപിടിക്കും. വീടിൻ്റെ അകത്താണെങ്കിൽ ആരും ഇല്ലെന്നാ തോന്നുന്നത്. യെസ് ഗൈസ്, നമ്മളിനി ഏറ്റവും മുകളിൽ ചെന്ന് നോക്കാം. ഇനി അവിടെയും കൂടെ ബാക്കിയുള്ളൂ എന്നാണ് തോന്നണത്. ഈ ഗ്രൗണ്ടിലില്ല, വീടിൻ്റെ ബാക്കിലുണ്ട്. അത് നോക്കട്ടെ ഗൈസ്. ചെറിയൊരു നിമിഷം, ആ ട്രവറിൻ്റെ കാര്യമാണൊന്നും പറയാൻ പറ്റൂല. ഇല്ല ഗൈസ്, ഈ വീടിൻ്റെ ബാക്കിലില്ല. ഇവന്മാർ ഇവിടെ തന്നെ ഇപ്പോണ്ട് ഗൈസ്. ഗൈസ് നമുക്കിനി ഇപ്പുറത്തെ സൈഡിലൊന്ന് കയറി മതിലെ ചാടി നോക്കാം. ഗൈസ് ഇവിടെ ഇപ്പുറം അവന്മാരൊന്നും ഇല്ല ഗൈസ്. ഇപ്പുറത്തൊന്നും അവന്മാരില്ല. ഇനി നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നോക്കാം. ഗൈസ് അപ്പം നമുക്ക് കത്തിച്ച് പോകണം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീടിൻ്റെ അകത്ത് നോക്കാൻ. ഗൈസ് വീടിൻ്റെ അകത്ത് ആരും ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. ഇവന്മാരൊക്കെ പുറത്ത് വിളിക്കാനാണ് ചാൻസ്. വീടിൻ്റെ അകത്ത് നമുക്ക് മൊത്തം അറിയാം. യോ ഗൈസ്, എടാ ട്രവറേ നിന്നെ കണ്ടുപിടിച്ചടാ. എടാ ഫ്രാങ്കിൽ എന്നെ എത്രാമതാട്ടോ കണ്ടുപിടിച്ച? എടാ ട്രവറേ നിന്നെ ഞാൻ മൂന്നാമത് എന്തോ കണ്ടുപിടിച്ച്. ഗൈസ് അപ്പം ട്രവറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തും കൂടി നോക്കാനുള്ളൂ. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഗ്യാരേജിൻ്റെ ഉള്ളിൽ നോക്കാം. ഗൈസ് ഈ ഗ്യാരേജിൽ ആരുമില്ല. ഇവിടെ ആരുമില്ല. ഇവിടെ വല്ലതും ഉണ്ടോ? ഗൈസ് ഇവിടെ ആരുമില്ല ഗൈസ്. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. ഗൈസ് അപ്പം ഇവിടെ ആരുമില്ലെന്നാണ് എനിക്ക് തോന്നണത്. ഇവിടെ ആരുമില്ല ഗൈസ്. ആ ബാൽക്കണിയും കൂടി നോക്കിയിട്ട് ബാൽക്കണിയിൽ നിന്ന് അടിയിലോട്ട് ചാടും. എന്നാലും ഷിൻജാൻ അവിടെ പോയി വിളിച്ച്, എടാ ഷിൻജാനെ കളി കഴിഞ്ഞടാ, നീ വാടാ. എടാ ഷിൻജാനെ നീ എവിടെ പോടാ? ഷിൻജാനെ എവിടെ പോടാ? എടാ ഷിൻജാനെ നീ എവിടെയാടാ? ഷിൻജാനെ എടാ ട്രാവറേ ഇങ്ങോട്ട് വാടാ. എല്ലാരും ഇങ്ങോട്ട് വാ. ഷിൻജാനെ കാണില്ല. ഞങ്ങതേ വന്ന് ഫ്രാങ്കിലണ്ണാ. എടാ ഫ്രാങ്കിലേ ഞാൻ ദേ വന്ന്. എടാ ഫ്രാങ്കിലേ ആ പിഞ്ചാൻ എന്ത്? എടാ പിഞ്ചാനാണ് രണ്ടാമത് കണ്ടുപിടിച്ചിട്ടുള്ളവരെ. ഈ പിഞ്ചാൻ ഫ്രാങ്കിലിനെ ഷിൻജാനെ കണ്ടുപിടിച്ച. എടാ ഷിൻജാനെ കാണില്ലടാ, അതാണ് പ്രശ്നം. ഗായ്സ് ഈ ഷിൻജാൻ എവിടെ പോയി കിടക്കണ ഗായ്സ്? എടാ നിങ്ങളെല്ലാരും ഒന്ന് വന്നേ. ഷിൻജാൻ എവിടെ? എടാ ഷിൻജാനെ നീ ജയിച്ചടാ, ഒന്ന് വാടാ, നിന്നെ കാണാനുള്ളടാ. ഷിൻജാൻ ചേട്ടാ ഒന്ന് വാ. ഷിൻജാൻ ചേട്ടാ, ഈ ഷിൻജാൻ എവിടെ പോയി കിടക്കണേണ്? ഗായ്സ് നോക്കുകയാണെങ്കിൽ ഈ ഗ്യാരേജിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ ഏതെങ്കിലും വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ നോക്കാം. ഗായ്സ് ഈ വണ്ടീൻ്റെ ഉള്ളിലൊന്നും കാണില്ല യുവന്മാരാ. ഇല്ല ഗായ്സ് ഈ വണ്ടീൻ്റെ ഉള്ളിലില്ല. എടാ വന്നേടാ, ഇവൻ വല്ല പുറത്തോട്ട് പോയാൽ നോക്കാം. ഇതിനല്ല ഇടിയാണ്. എടാ നിങ്ങൾ വന്ന് പെട്ടെന്ന് വണ്ടിക്ക്, ഇതിപ്പോൾ നമ്മുടെ അത്യാവശ്യ കാര്യമാണ്. ഗായ്സ് ഇതിപ്പോൾ അത്യാവശ്യമാണല്ലോ. പെട്ടെന്ന് വന്ന് വണ്ടി കയറ്. ഈ ട്രവർ എടാ ഞാൻ കയറണടാ, നിനക്കെന്താ ഇത്ര ധൃതി? ട്രാവർ ഒന്നാമത്തെ ധൃതി പിടിച്ചിരിക്കുമ്പോൾ അവൻ്റെ ആമകളി ഈ പട്ടിക്കൂട്ടിലില്ല. ഗായ്സ് ആ ഷിൻജാൻ എവിടെ? നിങ്ങൾ കണ്ടായിരുന്നാടാ ഷിൻജാന? ഇല്ല ഫ്രാങ്കിലണ്ണാ, ഷിൻജാൻ കണ്ടില്ല. ഈ ഷിൻജാനാണെങ്കിൽ എവിടെ പോയി? എടാ ഫ്രാങ്കിലേ ഫസ്റ്റ് വിളിച്ച ഞാനാണ്, അപ്പൊ എനിക്ക് കാണാൻ പറ്റൂല. അത് ശരിയാണ്. രണ്ടാമത് വിളിച്ചാരാ? അപ്പൊ നീയാണ് രണ്ടാമത് വിളിച്ചത്. അപ്പൊ നീ ഷിൻജാനെ കാണില്ലേ? ഷിൻജാനാണ് ലാസ്റ്റ് വിളിച്ച ഫ്രാങ്കിലിനെ.
പണി കിട്ടിയല്ല ഗായ്സ്. ഈ ഷിൻജാനാണെങ്കിൽ എവിടെ പോയി ഗായ്സ്? യോ ഗായ്സ്, നമുക്ക് ഷിൻജാൻ വിളിക്കാം. ഹലോ, ആരാണ്? എടാ ഷിൻജാൻ, നീ എവിടെയാടാ ഒളിച്ച് കളിക്കണം എന്നും പറഞ്ഞിട്ട്? ഞങ്ങൾക്കാണെങ്കിൽ കാണാനും പറ്റുള്ളതില്ല. ഫ്രാങ്ക്ലിനെ ഞാൻ ജയിച്ചാ? ആടാ ഷിൻജാൻ, നീ ജയിച്ച്. ഫ്രാങ്ക്ലിനാ ഞാനേ നമ്മുടെ വീടിന്റെ അടുക്കളയിലുണ്ട്. ഞാൻ ജയിച്ചേ. ഓ ഗായ്സ്, ഷിൻജാനാണെങ്കിൽ പേടിപ്പിക്കാനായിട്ടല്ലടാ പറഞ്ഞു. ഇവിടെ ഫ്രാങ്കിലെ ഷിൻജാൻ വെറുതെ പേടിപ്പിക്കാനായിട്ട്. ഈ കളി ജയിക്കുന്നവർക്ക് പ്രൈസ് ഉണ്ടെന്ന് ഫ്രാങ്ക്ലിൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഫ്രാങ്ക്ലിൻ എന്ത് പ്രൈസാ തരാൻ പോണ? എടാ ഷിൻജാനെ, കളി ജയിക്കുന്നവർക്ക് പ്രൈസ് ഒക്കെ തരാം. അത് നമ്മുടെ ലൈറ്റ്നിങ് മിക്കുവിന്റെ RC-ക്കാരാണ് പ്രൈസ് ആയിട്ട് തരാൻ പോണത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഷിൻജാന് പ്രൈസ് കൊടുക്കണം എനിക്ക് ഉണ്ടാവണത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ഗുഡ്